ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഞാൻ ഉള്ളൂ, എൻ്റെ ഫേസൊക്കെ കണ്ടില്ലേ, ഉള്ളൂ. സമയം 8 മണി. ഇന്ന് മുടക്കാണല്ലോ, ഗാന്ധി ജയന്തിയല്ല. നേരം വൈകി ഇനി ഓരോ കാര്യങ്ങളായിട്ട് നമുക്ക് തുടങ്ങാം. സോ ഗൈസ്, ഞങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ വിക്രമിൻ്റെ അമ്മയുടെ അവിടേക്ക് പോവാണ്. കാരൂരാണ് അമ്മ താമസിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്കൊരു പ്ലാൻ ഉണ്ട്, ഉറപ്പൊന്നുമില്ല, പോവില്ലേ എന്നുള്ളൊരു സ്ഥലത്തേക്ക് പോകണമെന്നുണ്ട്. അതായത് പെരുമ്പാവൂരാണ്, ഇരിങ്ങോൾക്കാവ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു അവിടേക്കാണ് പോകുന്നത്. അതൊരു ഫുൾ ഇങ്ങനെ ഒരു കാവാണ്, അത് കുറച്ചിങ്ങനെ ഫോറസ്റ്റ് പോലെയൊക്കെ തോന്നും. അതിൻ്റെ ഉള്ളിൽ അവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട്. എനിക്ക് യൂട്യൂബിൽ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഇരിങ്ങോൾക്കാവ് പെരുമ്പാവൂർ. അപ്പോൾ അവിടേക്ക് പോയാലോ എന്ന് ഒരു ആലോചന വന്നിട്ടുണ്ട്. അപ്പോൾ അമ്മയും കൊണ്ട് പോകാമെന്നാണ് വിചാരിക്കണേ. അപ്പോൾ അമ്മയെ രാവിലെ വിളിച്ചപ്പോൾ അമ്മയ്ക്ക് വയ്യാന്നൊക്കെ പറഞ്ഞു. എന്തായാലും ഇപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകുന്നുണ്ട്. എന്നിട്ട് പറ്റുവാണെങ്കിൽ പോകും, ഇല്ലെങ്കിൽ വേറൊരു ദിവസം പോകും. അപ്പോൾ ഉറപ്പില്ല പോണത്. അപ്പം അങ്ങനെയൊരു പ്ലാൻ. ഞാനിവിടെ ബ്രെഡും പിന്നെ ചീസും. ചീസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ്. എൻ്റെ ചെറുപ്പത്തിൽ ഒരുപാട് കഴിച്ചിട്ടുണ്ട് ചീസ്. എനിക്ക് മമ്മി സ്കൂളിലേക്കൊക്കെ ചീസാണ് തരാറ് കൂടുതലും. ബ്രെഡും ചീസും, അതുപോലെ തന്നെ സോസേജും. ബ്രെഡും ചീസും ഇതൊക്കെയായിരുന്നു സ്കൂളിലേക്ക്. ഞാൻ എൻ്റെ ചൈൽഡ്ഹുഡിൽ ചെറുപ്പത്തിൽ ഞാൻ ഷാർജയിലായിരുന്നു. അപ്പോൾ അവിടെ സ്കൂളിലേക്ക് പോകുമ്പോൾ മമ്മി തന്നിരുന്ന സംഭവമാണ് ഇതൊക്കെ, ബ്രെഡ് ചീസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ എനിക്ക് ചീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ലവ് ചീസ്. അത് വെറുതെ ചീസ് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ തന്നെ പിസ്സ. എനിക്ക് ബർഗർ അത്ര താല്പര്യമില്ല, പക്ഷേ പിസ്സ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ലോട്ട് ഓഫ് ചീസ് വി ക്യാൻ ആഡ്. അത് പിന്നെ അതിൻ്റെ ആ ബ്രെഡൊക്കെ എനിക്ക് ഭയങ്കര, കാരണം ഓൾറെഡി ബ്രെഡും ചീസും ടോസ്റ്റും കാര്യങ്ങളൊക്കെ കഴിക്കുന്നതുകൊണ്ട് ഐ ലൈക്ക്. പിസ്സ എനിക്ക് ഇഷ്ടമാണ്, പക്ഷേ ബർഗർ ഐ ഡോണ്ട് ലൈക്ക്. എനിക്ക് അത്ര താല്പര്യമില്ല ബർഗർ. പിസ്സ എനിക്ക് പറഞ്ഞാൽ ഒന്നോ രണ്ടല്ല, ഞാനത് എനിക്ക് ഭയങ്കര, അത് എത്ര വേണമെങ്കിൽ ഞാൻ കഴിക്കും. കാരണം ഐ ലവ് പിസ്സ. എൻ്റെ ഒന്നുമില്ലെങ്കിലും വെറുതെ ചീസും ആ ഒരു ഇത് മാത്രം അങ്ങനെ ഇതാക്കിയിട്ടുള്ള ആണെങ്കിലും എനിക്കിഷ്ടം. അപ്പോൾ ഞാനിപ്പോൾ മൂന്നാമത്തെയാണ് കഴിക്കുന്നത്, മൂന്നാമത്തെ ചീസും ബ്രെഡും. ആൻഡ് ഇത് സ്ലൈസ് ചീസാണ്. സ്പ്രെഡ് ചീസ് നല്ലതാണ്. ഞാൻ സ്പ്രെഡും വാങ്ങിക്കാറുണ്ട്. ഞാൻ ചീസ് എന്ന് പറയുന്ന സംഭവം ഈ പറഞ്ഞ പോലെ ക്യൂബായിട്ട് കിട്ടും, അതുപോലെ സ്ലൈസായിട്ട് കിട്ടും, സ്പ്രെഡായിട്ട് കിട്ടും. ഇത് മൂന്നും ഞാൻ വാങ്ങിക്കും. അത് എന്നിട്ട് വെറുതെ ഇങ്ങനെ ചിലപ്പോൾ ചീസ് വെറുതെ കഴിക്കും. ക്യൂബൊക്കെ ആണെങ്കിൽ ഞാൻ വെറുതെ കഴിക്കും. ഇതും ഞാൻ വെറുതെ കഴിക്കാറുണ്ട്. സ്പ്രെഡ് ചീസ് ആണെങ്കിലും നമ്മൾ കഴിക്കുന്നില്ല വെറുതെ ഒക്കെ. എനിക്ക് ഭയങ്കര ചീസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു വല്ലാത്തൊരു വികാരം എന്നൊക്കെ പറയുന്ന പോലെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ചീസ്. ഐ ലവ് ചീസ്. നമ്മൾ ഈ പാസ്തയില്ലേ, പിന്നെ ഐ ലവ് പാസ്തയിൽ നമ്മൾ ചീസ് ഇടും. ഇല്ല, ഞാൻ ചീസ് ഇടും. കാരണം എനിക്ക് ചീസ് ഇട്ടിട്ടുള്ള സംഭവങ്ങൾ ഐ ലൈക്ക് ഇറ്റ്. നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. നിങ്ങൾക്ക് ആരെങ്കിലും ഇങ്ങനെ ഇഷ്ടപ്പെട്ട സംഭവങ്ങളൊക്കെ ഉണ്ടോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിപ്പോൾ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ബ്രെഡില്ല, ടോസ്റ്റിങ് ഒന്നും ചെയ്തിട്ടില്ല. ആ ചീസ് ഇത് സ്പ്രെഡ് ചീസാണ്, സ്ലൈസ് ചീസാണ്. ഒന്നും ചെയ്തിട്ടില്ല, അങ്ങനെ തന്നെ വെച്ചിട്ട് കഴിക്കണം. ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. സോ ഗായ്സ്, അപ്പോൾ ഞങ്ങൾ കാരൂർക്ക് പോവാണ്, അതിൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോവാണ്. ഓക്കെ, ഇരിങ്ങോൾക്കാവിലേക്ക് എന്തായാലും ഒന്ന് പോകും. ഇപ്പോൾ സമയം 3 മണിയായി. സോ നമ്മളെന്തായാലും പോകും. അപ്പോൾ ഞങ്ങൾ അമ്മേനെ അവിടെ എത്തി, ചായയൊക്കെ കുടിച്ചു. ഇതാ അമ്മയുടെ ആട്, 2 ആടുണ്ട് ഇവിടെ, കണ്ടോ? ഞാനിതിന് മുന്നത്തെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് വീട്, കണ്ടില്ലേ?
ഇവിടെ അമ്മ മാത്രം താമസിക്കുന്നു. അച്ഛൻ ഉണ്ടായിരുന്നു, അച്ഛൻ മരിച്ചു. ഇതാ റബ്ബറൊക്കെ വെച്ചിട്ടുണ്ട്. മുരിയാടാണ്, കണ്ടില്ലേ? സീ ദ ബ്യൂട്ടി. ചുമ്മാ വൈകുന്നേരങ്ങളിൽ ഇവിടെ ഇങ്ങനെ ഇരുന്ന് സൺസെറ്റും കാണാം. അവിടെ നല്ല രസമായിട്ടുള്ള സൺസെറ്റ് കാണാം. പക്ഷെ അത് കഴിഞ്ഞിപ്പോൾ ഞങ്ങൾ അമ്മയുടെ അവിടെ നിന്ന് പോന്നു. അപ്പോൾ ഇങ്ങനെ പോണ വഴിക്ക് ഇവിടെ മുരിയാട് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനൊരു സംഭവമുണ്ട്. ചുമ്മാ ഒരു നല്ല രസമല്ലേ ഇങ്ങനെ ഇരുന്ന് സൺസെറ്റൊക്കെ ഉണ്ട് പോവാൻ. വേണ്ട വേണ്ട അണ്ണു. ബ്യൂട്ടിഫുൾ അല്ലേ? കുറച്ച് നേരത്തെ വരാണെങ്കിൽ നല്ല അടിപൊളി സൺസെറ്റ് കാണായിരുന്നു ഇവിടെ നിന്നിട്ട്. വാട്ട് എ ബ്യൂട്ടി. നോക്കിയേ സ്കൈൻ്റെ കളർ ഉണ്ടോ? സോ ബ്യൂട്ടിഫുൾ. നേച്ചർ ബ്യൂട്ടി. സീ ദ നേച്ചർ ബ്യൂട്ടി ഗൈസ്. നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ നടന്നു വന്നു. നമ്മളിങ്ങനെ ആ വഴിക്കിങ്ങനെ വന്ന് 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 ഇതിൽ കൂടെ വന്ന് ഇവിടെ എത്തി. അവിടെ അങ്ങനെ എത്തി അങ്ങോട്ട് പോവാം. ഒരു റൗണ്ട് അടിക്കാം. നല്ല രസമുണ്ട് എന്തായാലും. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ. കുറച്ച് നേരമൊക്കെ നമുക്ക് ഇങ്ങനെ റിലാക്സ് ചെയ്ത് ബൈ സീയിങ് ദ സൺസെറ്റ്. അടിപൊളിയാട്ടോ, രസമുണ്ട്. കണ്ടോ? ഇനി ഇങ്ങോട്ട് കയറും, നമുക്ക് അങ്ങോട്ട് പോവാം, ചുറ്റിപ്പോവാം. നമ്മളിങ്ങനെ ആ വഴിക്കിങ്ങനെ വന്ന് 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 ഇതിൽ കൂടെ വന്ന് ഇവിടെ എത്തി. അവിടെ അങ്ങനെ എത്തി അങ്ങോട്ട് പോവാം. ഒരു റൗണ്ട് അടിക്കാം. നല്ല രസമുണ്ട് എന്തായാലും. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ. കുറച്ച് നേരമൊക്കെ നമുക്ക് ഇങ്ങനെ റിലാക്സ് ചെയ്ത് ബൈ സീയിങ് ദ സൺസെറ്റ്. അടിപൊളിയാട്ടോ, രസമുണ്ട്. കണ്ടോ? ഇനി ഇങ്ങോട്ട് കയറും, നമുക്ക് അങ്ങോട്ട് പോവാം, ചുറ്റിപ്പോവാം. ആകാശം ഒരു മരമായി നിൽക്കുന്നു. നേരത്തെ ഒരു ആനയുടെ ഷേപ്പായിരുന്നു, ഇപ്പോൾ ഇത് മരമായിട്ട് നിൽക്കുന്നു. ഇപ്പം മരം പോയി, അതിൻ്റെ ഇതൊക്കെ പോയി തുടങ്ങി താഴത്തെ ഭാഗത്തുനിന്ന്. ഇപ്പോൾ വേറെ ഒരു ഇതായിട്ട് തുടങ്ങി. കുഞ്ഞാനല്ല, എനിക്ക് വേറൊരു പെൻഗ്വിൻ. പെബ്ലോ ഷൂസ്. തട്ടുകട അന്വേഷിച്ച് നെല്ലായിലെത്തി. അപ്പൊ കൊടകര കഴിഞ്ഞിട്ടപ്പോ നെല്ലായില്ലേ? ആ, എനിക്ക് പുട്ട് കഴിക്കണം. അത് എനിക്ക് ഓർമ്മയുണ്ടാ? ആ തട്ടുകടയില് നമ്മൾ അന്ന് വരുമ്പോ നന്ദനങ്ങള് ഇതല്ല കൊറേ ആൾക്കാരുള്ള സ്ഥലം. ഇതല്ല അപ്പുറത്ത് നമ്മൾ വരുമ്പോ ഉണ്ടല്ലോ കൊറേ അവിടെ. അപ്പൊ ഞാനവിടെ പുട്ടൊക്കെ കണ്ടു. എന്തായാലും തട്ടുകട പോയി ഭക്ഷണം കഴിക്കാം.
we forgot the put and the gravy. Finally we got the put. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങി. അങ്ങനെ ഞങ്ങൾ പുട്ടന്വേഷിച്ച് നെല്ലായിൽ വന്ന് നമ്മൾ തട്ടുകടയിൽ നിന്ന് പുട്ട് കഴിച്ചിരിക്കുന്നു, പൊറോട്ട കഴിച്ചു, എല്ലാം കഴിച്ചു. സോ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് ഇനി അടുത്ത വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ ബൈ.